തിരിച്ചു പോകാം ഗൈസ്. അതെ, അങ്ങനെ 2 മാസത്തെ ഇൻറ്റേൺഷിപ്പും വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ പോക്കാണ്. ആക്ച്വലി ഞാനിപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് 2 ആഴ്ചയാവുന്നു. എന്നിട്ട് ഞാനിപ്പോഴാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വന്നപ്പോൾ തന്നെ കൂടെ പനി കൂടി ചേർത്താണ് വന്നത്. പിന്നെ പനിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പഠിക്കുന്നത് തൊടുപുഴ അൽ-നസർ ലോ കോളേജിലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനായിരുന്നു ഇത്ര കഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നതെന്ന്. ഞാനായിട്ട് പോയതല്ല. അതായത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി എനിക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടിയതാണ് ഈ തൊടുപുഴ അൽ-നസർ ലോ കോളേജിൽ. ആദ്യത്തെ ട്രയൽ തൊടുപുഴയിൽ തന്നെ കിട്ടി BCom LLBക്ക്. അപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഇയർ ഞാൻ വീണ്ടും എൻട്രൻസ് എഴുതി. അപ്പോഴും എനിക്ക് തൊടുപുഴയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ഇവിടെ വരാനായിരിക്കും യോഗം. അപ്പോൾ ഇങ്ങോട്ട് തന്നെ പോരാന്ന്. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയ്ക്ക് എത്തുന്നത്. ഇപ്രാവശ്യം അങ്ങനെ വെറുതെ വെക്കേഷൻ കഴിഞ്ഞിട്ട് പോരണ്ടെന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരെ ഡിക്ലെയർ ചെയ്തു. വന്ന് ആ ആഴ്ചയിൽ തന്നെ പനിയും പിടിച്ച് എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമുമായിരുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായിരുന്നു. ഇനി ഫൈനലായിട്ട് ഒരു എക്സാമും കൂടെയേ ഉള്ളൂ. വന്ന് ഞങ്ങളുടെ 6 സബ്ജക്റ്റിൻ്റെ എക്സാമിൽ 5 എണ്ണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്. കാരണം എക്സാമിൻ്റെ ക്ഷീണവും വിഷമവും എല്ലാം തീർന്നു കിട്ടാൻ ഇനി സമയം പിടിക്കും. അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ തന്നെ ഇതങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. പനിയും എക്സാമൊക്കെ ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം എഴുതാനും വലിയ താല്പര്യമില്ലായിരുന്നു. എക്സാം എഴുതാൻ വരാനും താല്പര്യമില്ലായിരുന്നു. അടുത്തെന്ന് പോവാം എന്നതാണ് എൻ്റെ ചിന്ത. എത്രയും പെട്ടെന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് അടുത്ത 10 ദിവസത്തെ ലീവും കിട്ടണമെന്നാണ് ഇപ്പം എല്ലാവരുടെയും പ്രാർത്ഥന. അതുപോലെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ആ പ്രാർത്ഥന കേട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് എക്സാമായിട്ട് ഞങ്ങളുടെ ജൂനിയേഴ്സിന് ക്ലാസ് പോലും ഇല്ല. ഇനി ബാക്കി കഴിയാനുള്ള എക്സാമും കൂടി കഴിഞ്ഞ് എത്രയും വേഗം ഞങ്ങൾക്ക് കൂടി യൂണിവേഴ്സിറ്റി അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥന. ആ ശുഭ പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗൈസ്.